നമ്മുടെ ഈ മാർഷലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഇത് എവിടെ നിന്ന് എടുത്താൽ നമുക്ക് ഇത് ഈ വണ്ടി നമുക്ക് നമ്മുടെ കയ്യിൽ എങ്ങനെ പറ്റുക? 2002 ആണ്. 2002 മാർഷൽ കൊല്ലത്തുനിന്നാണ് എടുക്കുന്നത്. ഓക്കെ. ഇതിൻ്റെ ആഡ് കണ്ടു കഴിഞ്ഞപ്പോൾ എറണാകുളം രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് അപ്പോൾ തന്നെ കൊല്ലത്ത് പാർട്ടിയായിട്ട് സംസാരിച്ച് അങ്ങനെ മേടിച്ചതാണ്. ഓക്കെ. വണ്ടി കൊണ്ടുവരുമ്പോൾ മെക്കാനിക്കൽ അത്ര ഗുഡ് ആയിരുന്നില്ല, ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. ഓക്കെ. വണ്ടി കൊണ്ടുവന്ന് നമ്മളതിൻ്റെ മെക്കാനിക്കൽ കണ്ടീഷൻ, ലീഫ്, ഷോക്ക് അബ്സർ, ക്ലച്ച്, അങ്ങനെ എല്ലാ ഭാഗങ്ങളും പെർഫെക്റ്റ് ആയി. ഇത് അവരെ നമ്മൾ എടുക്കുമ്പോൾ ഈ വണ്ടിക്ക് ഒരു താറിൻ്റെ ലുക്കായിരുന്നു. ഒരു ബമ്പറും വീലാർച്ചൊക്കെ താറിൻ്റെ കയറ്റി വെച്ചാണ് നമുക്ക് വണ്ടി യൂസ് ചെയ്തിരുന്നത്. നമ്മൾ കൊണ്ടുവന്ന ആ സ്റ്റോക്ക് കണ്ടീഷനിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ. പിന്നെ സ്നോക്കലുണ്ടായിരുന്നു, എല്ലാം നമ്മൾ അഴിച്ച് കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ നമ്മൾ 2 ട്രാഡോ ടൈപ്പ് ഫുഡ് റെസ്റ്റ് ഉണ്ടാക്കി. അത് നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ വണ്ടി ഫ്രണ്ട് വിൻഷീൽഡ് നമ്മൾ പുത്തനിട്ടു. നമ്മൾ കിട്ടിയപ്പോൾ 4x4 അല്ലായിരുന്നു? ആ, വണ്ടി ഒറിജിനൽ 4x4 കമ്പനി ഫിറ്റഡ് 4x4 ആണ്. ഓക്കെ. പിന്നെ AC ഞാൻ ഫിറ്റ് ചെയ്തു. AC നമ്മൾ കയറ്റിയാണ് അല്ലേ? ഫാമിലി ആയിട്ട് ഓഫ് റോഡ് പോവാം. മറ്റേ ബാക്കി ജീപ്പുകൾ 4x4 ഉണ്ടല്ലോ, ഇത് ഫാമിലി ആയിട്ട് ഓഫ് റോഡ് പോകാനായിട്ടുള്ള പർപ്പസിന് വേണ്ടി എടുത്ത വണ്ടിയാണ്. പിന്നെ മെക്കാനിക്കൽ ഗുഡാണ്, നല്ല പെർഫോം ചെയ്യും. നമ്മളിന്നിപ്പോൾ ഓഫ് റോഡ് ഓടിച്ചപ്പോൾ കണ്ടല്ലോ, നമ്മളിന്നൊരു മിനി ഓഫ് റോഡ് ട്രൈ ചെയ്തു. പിന്നെ നമ്മളൊരു മെയിൻ ചെയ്യാനിരിക്കുന്നു അല്ലേ? പിന്നെ അതിൻ്റെ ഒരു മൈലേജും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അതെ, മൈലേജ് നമുക്കൊരു നോർമൽ യൂസിൽ നമുക്കൊരു വിത്തൗട്ട് AC നമുക്കൊരു 17 കിട്ടും. 17 ലോങ് ഡ്രൈവ്. ഓക്കെ. ലോക്കൽ നമ്മുടെ ടൗണിൽ നമ്മൾ മൈലേജ് അറിയില്ല. ലോങ് ഡ്രൈവ് നമുക്കൊരു 16-17 എന്തായാലും കിട്ടുന്നുണ്ട്. ഓക്കെ. പിന്നെ ഓഫ് റോഡ് മൈലേജ് കുറയും. നോർമൽ യൂസിന് മൈലേജ് നമുക്കൊരു 17 മൈലേജ്. വണ്ടി ഞാൻ പറഞ്ഞില്ല 2001 മേക്ക് 2002 രജിസ്റ്റേർഡ് ആണ്. ഓക്കെ. അപ്പോൾ ഇത് ലാസ്റ്റ് വണ്ടികളിൽ പെടുന്ന വണ്ടികളാണ്. അപ്പോൾ 99-2000 വരെയുള്ള വണ്ടികൾക്ക് സാധാ ജീപ്പ് ടൈപ്പ് ചേസീസ് ആയിരുന്നു. ഇതിപ്പോൾ പിക്കപ്പിന്റെ ടൈപ്പ് ഹെവി ചേസീസ് ആണ്. 2000 ലാസ്റ്റ് തൊട്ട് അങ്ങനെയാണ്. അപ്പം ഹെവി ചേസ് ആണ്. പിന്നെ അതുപോലെ തന്നെ വൈഡ് ട്രാക്ക് ആണ്. ഹൗസിങ്ങിനൊക്കെ വീതി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓഫ് റോഡ് പോകുമ്പോൾ മെച്ചമുണ്ടോ? ഓഫ് റോഡ് പെർഫോമൻസ് കൂടും, സ്ട്രെങ്ത് കൂടുതലാണ്. പിന്നെ ലീഫും പിക്കപ്പ് ടൈപ്പ് വീതി കൂടിയ ലീഫാണ്. മറ്റേ സാധാ മാർഷലിന് വീതി കുറഞ്ഞ ലീഫാണ്, ജീപ്പ് ടൈപ്പാണ്. അതുപോലെ സ്റ്റിയറിംഗ് ബോക്സ് ആണെങ്കിലും പിക്കപ്പ് ടൈപ്പ് ഹെവി സ്റ്റിയറിംഗ് ബോക്സ് ആണ്. അപ്പോൾ ഓഫ് റോഡിലൊക്കെ അത് കൂടുതൽ നമുക്ക് വിച്ചാൻ ചെയ്യും ആ കാര്യങ്ങളൊക്കെ. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ എന്താണ് ബാക്കി പെൻഡിങ്? ഇനി എന്താണ് ഇതിൽ എന്തെങ്കിലും അപ്ഗ്രേഡ് വരുത്താൻ ഉദ്ദേശിക്കുന്നത്? എന്താണ്? ടയർ നോർമൽ ടയർ ഇട്ടാണ് ഓടുന്നത്. ആ ടയർ അങ്ങ് തീരട്ടെ എന്ന് വെച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ RTO ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ അലോയ് ഡിസ്കും ടയറും എല്ലാം അലോയ് ഡിസ്ക് ഇരിക്കുന്നുണ്ട്, ടയർ ഇടണമെന്നുണ്ട്. അപ്പോൾ കുറച്ച് പുറത്ത് ചാടി കിടക്കുമ്പോഴുള്ള ഇഷ്യൂസ് ഒന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇട്ടിട്ടില്ലെന്നുള്ളൂ. ഓക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ കിട്ടിയപ്പോൾ സ്നോർക്കൽ ഉണ്ടായിരുന്നു. സ്നോർക്കൽ ഉണ്ടായിരുന്നു, നമ്മൾ അയച്ചു വെച്ചു.